നാസ് ലേണിംഗ് ക്ലാസ് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആവുകളെ പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. അതിൻ്റെ 3ാമത്തെ പാർട്ടാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ആദ്യം ടെസ്റ്റിൽ തന്നെ ചെയ്തിരിക്കുന്ന കണക്കുകൾ ഒന്ന് ചെയ്ത് കാണിച്ചതാണ്. രണ്ടാമത്തെ പാർട്ടിൽ എക്സസൈസ് അതിലെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് മനസ്സിലാകത്തക്ക രീതിയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞു തന്നാണ് എഴുതിയത് കേട്ടോ. മനസ്സിലായി കാണും എന്ന വിശ്വാസത്തിലാവും നിങ്ങളെ ഞാൻ കമൻറ്റുകൾ കാണുന്നുണ്ട്. അപ്പം 4 കണക്ക് എക്സർസൈസിലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ 10 ഇനി 5ാമത്തെ കണക്കാണ് ചെയ്യുന്നത്. ഇത് ഒറ്റയടിക്ക് അങ്ങ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടായോ, അതുകൊണ്ട് ഇതൊക്കെ പോകുന്നത് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സമാധാനത്തെ ഇരുന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ പേജ് നമ്പർ 10 5ാമത്തെ കണക്കാണ്. മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അഥവാ മനസ്സിലായില്ലെങ്കിൽ എന്താ മലയാളം അർത്ഥം അവിടെ തന്നിട്ടുണ്ട്. അതായത് ഇൻ്റെ ക്ലാസ്സിൽ there are 4 more girls than boys on a day when only 8 boys were absent. The number of girls was twice the number of boys. How many boys and girls are there in the class? അതായത് ഒരു ക്ലാസ്സിൽ, നമ്മുടെയൊക്കെ ക്ലാസ്സിലല്ലേ, ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ, ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം, ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട് എന്നും ഉള്ളതിനേക്കാൾ. അപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, എത്ര കുട്ടികളുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താ, ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ ആൺകുട്ടികളെ നമ്മളിപ്പോൾ എക്സ് എന്ന് പറയുകയാണെങ്കിൽ അവരെക്കാൾ x+4 പെൺകുട്ടികൾ അല്ലേ. ആൺകുട്ടികളെക്കാൾ എത്ര, 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. മനസ്സിലായോ? അതിൽ 8 ആൺകുട്ടികൾ മാത്രം. ഇനി അടുത്തതാണ്, ഒന്നാമത്തെ നമ്മളത് എഴുതി, 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന, 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. കണ്ടോ, അവിടാണ് ആ ട്വിസ്റ്റ് ഈ കണക്കിൻ്റെ. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളും ഉണ്ട്? എന്തോ ഇല്ലേ, ഒരു വല്ലാത്തൊരു ചോദ്യം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്താ നിങ്ങൾ പറയുന്നത്, ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പോൾ ആദ്യമേ ആ സ്റ്റെപ്പിലുള്ളത് നമുക്ക് പറക്കി എഴുതാം. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ എത്ര ആണെന്ന് തന്നിട്ടില്ല, ഉണ്ടോ? എത്ര ആണെന്ന് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, നമ്പർ ഓഫ് ബോയ്സ്, നമ്പർ ഓഫ് ബോയ്സ്, അതായത് ആൺകുട്ടികളുടെ എണ്ണം. ഇത് അവനവൻ്റെ എഴുതണം കേട്ടോ. മലയാളം മീഡിയക്കാർ അവരവരുടെ എഴുതണം. ഞാനത് അറിയാൻ വേണ്ടി എങ്ങനെയാണ് അടിക്കുന്നത്. ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എക്സ് എന്ന പേര് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ എങ്ങനെയാ, ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. കണ്ടോ? അപ്പോൾ പെൺകുട്ടി, നമ്പർ ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെ എണ്ണം, പെൺകുട്ടികളുടെ എണ്ണം കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെക്കാൾ, ആൺകുട്ടി എന്ന് വെച്ചാൽ എക്സ്, അവരെക്കാൾ 4 കൂടുതലാണ്. ഇത്രയും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ ഇതുവരെ ചെയ്യുന്ന കണക്കിലെല്ലാം അറിയാം അല്ലേ. എത്ര ആൺകുട്ടികളുണ്ട് എത്ര പെൺകുട്ടികളുണ്ടോ നമുക്കിങ്ങനെ കിട്ടി. എന്തെങ്കിലും സംശയമുണ്ടോ? ഫസ്റ്റ് വരിയിൽ നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന നമ്മൾ എടുത്തെഴുതിയതാണ്. ഫസ്റ്റ് വരിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക. ഇനി നോക്കിയേ, 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്നു. ആൺകുട്ടികൾ വരാതിരിക്കുക എന്ന് വെച്ചാൽ ഇല്ല എന്നല്ലേ. ആരാണ്? ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം, ആബ്സെൻ്റ് ആയത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന എഴുതും കേട്ടോ. ആബ്സെൻ്റ് ആരാ? ആൺകുട്ടികൾ. ആബ്സെൻ്റ് ബോയ്സ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അതുപോലെ തന്നെ എഴുതണമെന്നല്ല. നിങ്ങൾക്ക് ചോദ്യത്തിൽ എന്താണോ മനസ്സിലാകുന്നത് അത് എഴുതുക കേട്ടോ. വരാതിരുന്ന അല്ലേ, ആൺകുട്ടികൾ അല്ലേ. എങ്ങനെ എഴുതും? ആൺകുട്ടികൾക്ക് നമുക്ക് എക്സ് എന്നാ പറഞ്ഞത് അല്ലേ. വരാതിരുന്നെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതിന് ഇല്ല. എത്ര പേരില്ല? 8 പേര് ഇല്ല കേട്ടോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓരോന്ന് പറഞ്ഞ് എന്നാൽ പറക്കി എഴുതുക. ആദ്യം നമ്പർ ഓഫ് ബോയ്സ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എക്സ് എന്ന പേര് കൊടുത്തു. രണ്ടാമത് ആ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്, അതും എഴുതി നമ്മൾ. ഇനി വേറെ 8 ആൺകുട്ടികൾ മാത്രം. ചോദ്യം നോക്കണേ,
8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന എന്ന് വെച്ചാൽ 8 ആൺകുട്ടികൾ ഇല്ല എന്നുള്ളതിനാണ് അവിടെ മൈനസ് കൊടുത്തത്. എന്നാൽ കൂടുതലായിരുന്നെങ്കിൽ നമ്മളിവിടെ പ്ലസ് കൊടുത്തതിനെ. ഓർത്തോണേ, 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. 2 മടങ്ങ് പെൺകുട്ടികളായി. അപ്പോൾ അവിടാണ് നമ്മളത് ഇനി എഴുതാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിപ്പോൾ തന്നിരിക്കുന്ന എല്ലാം നമ്മൾ പറക്കി എഴുതുവാന്നേ, ഓർത്തോണേ, കണ്ടോ. അപ്പോൾ എങ്ങനെ എഴുതും? 2 മടങ്ങ് ആരാ? ആൺകുട്ടികൾ. ആ ചോദ്യം ഓർത്തോണം. ഒരു ദിവസം ആൺകുട്ടികളെ നമ്മൾ വരാതിരുന്ന ആൺകുട്ടികൾ കണ്ടോ, വരാതിരുന്ന ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി. അപ്പം 2 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2 കണ്ടോ, 2 മടങ്ങ് ആൺകുട്ടികളെ നമ്മൾ എന്താ (x-8) വരാതിരുന്ന, അല്ലേ? പെൺകുട്ടികൾ എത്രയാണെന്നാണ് പറഞ്ഞത്? പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് ഓൾറെഡി അറിയാം, x+4. കണ്ടോ, ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മളതിനെ മാറ്റി. ഇല്ലേ, ഈ പാഠത്തിനകത്തിലെല്ലാം ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇക്വേഷൻ, അല്ലേ? 2 എങ്ങനെയാ വന്നതെന്നറിയാമോ? ചോദ്യത്തിൽ 2 മടങ്ങ്, ഒരു ദിവസം ആൺകുട്ടികളുടെ 2 മടങ്ങ്. ആൺകുട്ടികൾ എത്രയായിരുന്നു? (x-8). അതിനായി ഈ ക്ലൂ ഞാൻ എഴുതി വെച്ചത്, (x-8). കേട്ടോ, (x-8) ആണ് ആൺകുട്ടികൾ. അവരെ 2 മടങ്ങെന്നുള്ളതാണ് ഈ എഴുതി വെച്ചേക്കുന്ന 2. കേട്ടോ, പിന്നെ പെൺകുട്ടികൾ എത്ര? (x+4). സംശയമില്ലല്ലോ. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിലല്ലേ (x-8) വന്നത്? നോക്കിയേ, വെളിയിൽ ആളുണ്ടല്ലോ 2. അപ്പോൾ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇങ്ങനെ അറിയാമല്ലത്, ഇല്ലയോ? ബ്രാക്കറ്റിൻ്റെ വെളിയിൽ കിടക്കുന്ന ആൾ അകത്ത് കിടക്കുന്ന ആരൊക്കെയുണ്ടോ അവരെ പോയി കാണാം. അപ്പോൾ 2 × x 2x, 2 × 8. ഇവിടെ ഏത് സൈനാണ് വരുന്നത് വെച്ചാൽ അത് വേണം അടുത്ത് എഴുതാൻ. 2 × 8 16. പിന്നെ ഇതിനൊരു മാറ്റമില്ല, (x+4). ഇതുവരെ സംശയമൊന്നുമില്ലേ? നമ്മൾ ആ ചന്നിരിക്കുന്ന ഇതുപോലെ തന്നെ ആയിരിക്കത്തില്ല മറ്റേ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതോ ട്യൂഷന് പോകുന്നതോ അല്ലെങ്കിൽ വേറെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ കാണുന്നത് ഇതുപോലെ ആയിരിക്കണമെന്നില്ല. നമുക്ക് പഠിക്കാൻ എളുപ്പം, മാത്സ് എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും, കേട്ടോ, ആ രീതിയിലോട്ടാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്, കേട്ടോ. അപ്പോൾ ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാകത്തക്ക രീതി തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകും, കേട്ടോ. അപ്പോൾ ഇത് വന്നിരിക്കുന്ന സംശയം ഉണ്ടാവില്ല. 2 × ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു 2 × x 2x, 2 × 8 16. സൈൻ വരുന്ന ഏതാണ്? ഇതാണ്, കേട്ടോ. ഇത് അതുപോലെ തന്നെ എഴുതി വെക്കുക. ഇനി നോക്കിയേ, 2x - 16. ഇവിടെ ഉണ്ട് ഒരു x, ഇവിടെ ഉണ്ട് ഒരു x, കണ്ടോ, 2 x ഉണ്ട്. ഇവിടെ ഈക്വലിന് ഇപ്പുറം ഒരു x ഉണ്ട്, അപ്പുറം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാം. ഈ എക്സിനെ എടുത്ത് ഈ എക്സിൻ്റെ കൂടെ കൊണ്ടിടാം. 2x. ഈ എക്സ് ഏതാണ്? പോസിറ്റീവാണ്. കാരണം സൈനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് എക്സ് ആണ്. അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ എന്തോ അത് നെഗറ്റീവ്. സൈനിന് ഇപ്പുറത്ത് വരുമ്പം നെഗറ്റീവ് എക്സ് ആവും. ഈക്വൽ കഴിഞ്ഞിട്ട് കിടക്കുന്ന ആരാണ്? 4 ആണ്. ഇവിടെ കിടക്കുന്ന -16 പൊക്കി ഇപ്പുറത്ത് വരുമ്പം സൈനിന് അപ്പുറം ഇപ്പുറം, അതൊക്കെ ഞാൻ കുറേ പറഞ്ഞ ഫസ്റ്റ് ലിങ്ക് കണ്ടവർക്കൊക്കെ അറിയാം. സൈനുകളെ ഈക്വലിൻ്റെ അപ്പുറവും ഇവിടെ കിടക്കുന്നതിനെ ഇപ്പുറത്ത് കൊണ്ടുവരണമെങ്കിൽ സൈൻ മാറും. ഇവിടെ കിടക്കുന്നതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴും സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, കേട്ടോ. 2x-ൽ നിന്ന് എക്സ് പോയാൽ, അതായത് 2x, കണ്ടോ, 2x ആണ്, അതായത് 2x. ഈ 2x-ൽ നിന്ന് ഒരു x അങ്ങ് പോയാൽ പിന്നെ എന്തുകൊണ്ട്? x = 16 4 20, കണ്ടോ. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി. എക്സ് എത്ര കിട്ടി? 20. എക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് ബോയ്സിനെയാണ് നമ്മൾ എന്ത് എക്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ബോയ്സ്, അല്ലേ? ബോയ്, ആൺകുട്ടികൾ എത്ര ഉണ്ടായിരുന്നു? ബോയ്സ് ആൺകുട്ടികൾ 20. അവരെക്കാൾ എത്ര? 4 കൂടുതലാണ് പെൺകുട്ടികൾ, അല്ലേ? ഗേൾസ്, GARLS. ഗേൾസ് എന്ന് വെച്ചാൽ x+4 ആണ്. എക്സ് എന്ന് വെച്ചാൽ 20 ആയിരുന്നു, അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയപ്പം 24 പെൺകുട്ടികൾ. അപ്പം ബോയ്സ് 20ഉം ഗേൾസ് 24. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? നോക്കിയാൽ നിങ്ങൾ സമാധാനത്തെ ഇതുപോലെ ആയിരിക്കില്ല ഒരുപക്ഷെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതി പഠിച്ചാൽ മതി, കേട്ടോ. ഇതിപ്പോൾ ഞാൻ എത്രയും മാത്സ് പൊതുവേ എല്ലാവർക്കും പാടാണെന്നാണ് പറയുന്നതുകൊണ്ട് എത്രയും ചെറുതാക്കി, കേട്ടോ, ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റി നിങ്ങളെ ചെയ്യിപ്പിക്കുക. ഇവിടെ ബോയ്സ് എത്രയാണെന്ന് പറയുന്നില്ല കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് അവർക്ക് എക്സ് എന്ന് പേര് കൊടുത്തു. ഈ ബോയ്സിനേക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികളെന്ന് പറഞ്ഞു, അപ്പോൾ അവർക്ക് +4 കൊടുത്തു. ആബ്സെൻ്റ് ആയ ആൺകുട്ടികളുടെ എണ്ണം പറയുന്നുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് മൈനസ് വന്നു. ആബ്സെൻ്റ് ആണ്, മൈനസ് ആണ്, അതുകൊണ്ട് 8 വന്നു. ഇനി അതിനെ നമ്മൾ ഇക്വേഷനിലോട്ട് മാറ്റി നോക്കിക്കേ. 2 മടങ്ങെന്ന് അവിടെ പറയുന്നുണ്ട്, കേട്ടോ. ടോയ്സ് എന്ന് വെച്ചാൽ മടങ്ങെന്നാന്നേ, ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ് എന്ന്, കേട്ടോ. അപ്പം ബോയ്സിനെ നമ്മളിവിടെ എഴുതി (x-8) ആണ്. അതിൻ്റെ ടോയ്സ് എന്ന് വെച്ചാൽ 2, കണ്ടോ. ഇനി ഇത് നമുക്ക് പെൺകുട്ടികളാണ്, പെൺകുട്ടികൾ, കേട്ടോ, ഈക്വലിന് ഇപ്പുറത്ത്. എന്നിട്ട് എക്സ് എവിടെ ഉണ്ടോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, കണ്ടോ. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. 6ാമത്തെ
ഈ ആറാമത്തെ കണക്കുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇതേലെ തന്നെ സെയിം ഒരെണ്ണം ചെയ്തതാണ്. ഇത് കാണുന്ന ചിലവർക്ക് മനസ്സിലാവാം കേട്ടോ. അതായത് നമ്മൾ നേർന്ന ടെസ്റ്റിൽ ഇതേപോലെ ഒരെണ്ണം ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു, നമ്മളത് ചെയ്തതാണ്. എന്നാലും പറയാം. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator become 1/3 if instead 1 is added to the denominator and then simplified it become 1/4. What is the fraction? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടിയാൽ അതിനെ ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഛേദത്തിനോട് 1 കൂടി ലഘൂകരിച്ചപ്പോൾ 1/4 കിട്ടി. ഏതാണ് ആ ഭിന്നസംഖ്യ? ഓർമ്മയുണ്ടോ ഞാൻ പഠിപ്പിച്ചത്? എൻ്റെ ക്ലാസ് തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും അല്ലേ? എന്താ നിങ്ങൾ ഇവിടെ പറയുന്നത്? ഒരു ഭിന്നസംഖ്യ എന്ന് വെച്ചാൽ ഫ്രാക്ഷൻ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ, അതിനൊരു ന്യൂമറേറ്ററും ഉണ്ട്, ഒരു ഡിനോമിനേറ്ററും ഉണ്ട്, ഒരു അംശവുമുണ്ട്, ഒരു ഛേദവുമുണ്ട്. ഏതാ? ഭിന്നസംഖ്യക്ക് ഇത് രണ്ടും ഉണ്ട് അല്ലേ? അപ്പോൾ അവർ ആദ്യം പറഞ്ഞ എന്താ പറയുക, ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട്, അല്ലെ ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ വരയ്ക്ക് മുകളിൽ കിടക്കുന്നതാണ് അതിനെ അംശമെന്നും ന്യൂമറേറ്റർ എന്നും പറയുന്നത് കേട്ടോ. അതിൻ്റെ അംശത്തിനോട് 1 കൂട്ടി, ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണം, +1 അംശത്തിനോട് മാത്രമേ കൂട്ടുന്നുള്ളൂ. കൂട്ടിയപ്പോൾ എന്ത് കിട്ടിയെന്നാണ് പറയുന്നത്? എന്ത് കിട്ടി? 1/3 കിട്ടിയെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണേ. ഇനി അവർ അതുപോലെ തന്നെ പറയുകയാണ് എന്താ, എക്സ്, അതായത് ഭിന്നസംഖ്യയുടെ ഛേദം എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിനോട് ഇത് സെയിം നമ്മൾ ഇതേ ഒരെണ്ണം ചെയ്താൽ കൂട്ടിയാൽ എത്ര കിട്ടും? 1/4 കിട്ടും. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത്. ഛേദത്തിനോട് 1 കൂട്ടിയാൽ 1/4. എന്നാൽ ഏതാണ് ഈ ഭിന്നസംഖ്യ, ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സെയിം ചോദ്യം, ഇതേപോലത്തെ ഒരു സെയിം ചോദ്യം നമ്മൾ ചെയ്താൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ നോക്കിയേ, എക്സും വൈയും കണ്ടോ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഇത് കൂട്ടുമ്പോൾ ഇത് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയാൽ ഡിനോമിനേറ്ററുകൾ ഡിഫറൻ്റ് ആണ്. നോക്കിയാൽ ഇവിടെ ഒരു വൈയും വന്നേക്കുന്നത്. ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ എന്താ? ഛേദം അല്ലേ? ഇത് ഡിഫറൻ്റ് ആണ്. ഇവിടെ വൈയും വന്നു, ഇവിടെ 3യും വന്നു, ഇവിടെയും y+1 വന്നു, ഇവിടെ 4 വന്നു. ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനാണ് പറഞ്ഞത് അല്ലേ? ഡിഫറൻ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. എന്താണ്? ഡിഫറൻ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. ആദ്യം നിങ്ങൾ ഇങ്ങനെ അങ്ങ് എഴുതിയെടുത്തിട്ട് സെയിം ഞാനൊന്ന് കാണിക്കാൻ നോക്കേ. y+1 = 1/3 ആണ്. കണ്ടോ? ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഇവിടെ കിടക്കുന്ന ഈ വരയ്ക്ക് ഇതില്ലേ, ഇതിനെ ഫുള്ളിനെ ഇതിനെ ഇൻറ്റു ചെയ്യണം. ഇതിനെ ഇത് കണ്ടോ, ഇൻറ്റു അടിച്ച് കണ്ടോ, ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ ചെയ്യുക. കാരണം എന്താ? ഡിഫറൻ്റ് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് കേട്ടോ. അത് മനസ്സിലാക്കണേ. ഇനി നോക്കിയേ, x+1 × 3. എപ്പോഴും ഓർത്തോണം, വേരിയബിളിനെ രണ്ടാമതേ ഇടാവും കേട്ടോ. നമ്പർ ഉണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് ഇടണം കേട്ടോ. നമ്പർ ഓക്കെ. x+1 × 3 ആണ്. അപ്പം നമ്മൾ അത് എന്ത് ചെയ്യുക? 3നെ അതുപോലെ അങ്ങ് എഴുതണം കേട്ടോ. 3നെ അതുപോലെ അങ്ങ് എഴുതുക. 3 പിന്നെ ഈ x+1നെ അതുപോലെ എഴുതുക. 3 × x+1 കേട്ടോ. മനസ്സിലായോ? മനസ്സിലാക്കണേ. ഇനി = 1 × y. 1 × y ഏതൊരു സംഖ്യയോടെ നമ്മൾ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്ര? ഇൻറ്റു ചെയ്താൽ ആ സംഖ്യ തന്നെ അല്ലേ, y. അപ്പോൾ അത് കിട്ടി. ഒന്നുകൂടെ പറയണോ? ക്രോസ് മൾട്ടിപ്പിൾ ആവുന്നില്ലേ? x+1 × ഇത് എന്തോ ആയിക്കോട്ടെ. ഇപ്പം ഞാൻ പറയാം, ഇപ്പം 3/4 + 2/3 കണ്ടോ, ഇങ്ങനെ തരിക. അപ്പം നമ്മൾ ആദ്യമേ ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണമെന്ന്. അതായത് 3 × 3. എന്നിട്ട് ഇവിടെ ഏത് സംഖ്യ എന്ന പ്ലസ് കണ്ടോ. ഇനി ഇതിനെ ഇതുകൊണ്ട് 2 × 4 8. 2 × 4 മനസ്സിലായോ? ഇതിനെ ഇതുകൊണ്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്യണം കണ്ടോ. ഇനി എന്നിട്ട് താഴെ കിടക്കുന്ന 4 × 3 ഇങ്ങനെ ചെയ്യാനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ മാത്രം നിങ്ങൾ ഇവിടെ ഏത് സംഖ്യ വന്ന x+1 × 3 എന്ന് വെച്ചാൽ നമ്പറിനെ ഫസ്റ്റിൽ എഴുതുന്നത്. ഇതൊക്കെ നല്ലപോലെ പഠിക്കണം. നമ്പർ ഫസ്റ്റിൽ എഴുതുക, ബാക്കി തന്നിരിക്കുന്നതിനെ എഴുതുക. = 1 × y. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ പിടിയിട്ട് കാണുമല്ലോ. അടുത്ത നമ്മൾ രണ്ടാമത്തെ എഴുതാം. x/y + 1 = 1/4 കണ്ടോ. ഇനി ആ x മേലല്ലേ, ഇവരെ ഇങ്ങനെ കേട്ടോ. കാരണം ഡിനോമിനേറ്ററിനാണ് ഇവിടെ 1 ഇട്ട് കൊടുത്തത് കേട്ടോ. ഡിനോമിനേറ്ററിനാണ് 1 ഇട്ട് കൊടുത്തത്. അപ്പം
ക്രോസ് മൾട്ടിപ്പിൾസ് ഒക്കെ ഇതിനെ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും. എക്സ് ഇൻറ്റു 4 4x. മനസ്സിലാക്കണേ, ഈ മേളിൽ വരയ്ക്ക് മേളിൽ എക്സേ ഉള്ളൂ. അപ്പോൾ എക്സ് ഇൻറ്റു 4x. നമ്പർ ഫസ്റ്റിൽ എഴുതിയിട്ടേ വേരിയബിൾ എഴുതാം കേട്ടോ. ഇനി 1 ഇൻറ്റു y+1. 1 ഇൻറ്റു y, ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാലും ഏതായിരിക്കും, ആ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പോൾ y+1 ഇതാണ് കിട്ടുന്നത്. ക്രോസ് മൾട്ടിപ്പിൾ അങ്ങ് ഓർത്താൽ മതി നിങ്ങൾ കേട്ടോ. ഇതിനെ ഇതുകൊണ്ടും ഇതിനെ ഇതുകൊണ്ടും ചെയ്യുക. ഇൻറ്റു അടിച്ചാൽ മതി. ഇവിടെ എന്തോന്നോ ഇങ്ങോട്ട് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ y എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടിയത്, y എന്ന് പറയുന്നത് 3x+1 ആണ് കിട്ടിയത് കേട്ടോ. y എന്ന് പറയുന്നത് 3x+1 ആണ്. 4x എന്ന് പറയുന്നത് y+1 ആണ്. സംശയമൊന്നുമില്ലല്ലോ. നമുക്കിതിനെ എന്ത് ചെയ്യാം, വൈയുടെ വില നമുക്ക് കിട്ടി. y എന്ന് പറയുന്നത് വൈയുടെ വില കിട്ടി. ഇനി നമുക്കപ്പോൾ അടുത്ത ചെയ്യാമല്ലോ. എങ്ങനെ ചെയ്യാം നോക്കിയേ, നമുക്ക് ഇതിൻ്റെ വാല്യൂ വെച്ചിട്ട് വൈയുടെ വില വൈ നമുക്ക് കിട്ടി. വൈ എത്ര കിട്ടി. അപ്പോൾ ആ വൈ എവിടെ വരുന്നോ അവിടെ ഈ വൈയുടെ വിലയിട്ട് നമുക്ക് എഴുതാം. അതായത് 4x = y+1. 4x = y+1. വൈ എവിടെ ഉണ്ടോ ആ വൈയുടെ വില ഇവിടുന്ന് എടുത്തിട്ട് ചെയ്യണം. അപ്പം 4x = y എന്ന് പറഞ്ഞാൽ എത്ര, 3 x+1 ആണ് y. ഇനി പിന്നെ ഇവിടെ ഒരു +1 ഉണ്ട്, അതാണ് ഈ +1. തിരിഞ്ഞു പോകല്ലേ ഇത് കേട്ടോ, ഇതെല്ലാവർക്കും തിരിഞ്ഞു പോകുന്നുണ്ട്. ഈ +1 ആണ് ഈ +1. വൈയുടെ വിലയാണ് ഈ എഴുതിയേക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ, സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം. നോക്കിയേ, 4x = നോക്കിയേ ബ്രാക്കറ്റിനകത്ത് x+1. അപ്പോൾ 3 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ആര് വന്നാലും വെളിയിലുള്ള ആൾ പോയി കാണുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 1 3, പിന്നെ ഈ +1 അതുപോലെ കണ്ടല്ലോ. ഇനി 4x = 3x അതുപോലെ എഴുതി, പ്ലസ് 3 + 1 4. നോക്കിയേ 4x ഇവിടെ 4x ഉണ്ട് 3x ഉണ്ട് അല്ലേ. ഇപ്പോൾ 2x ഇല്ലേ, വേരിയബിൾ ഒരുപോലെ ആയതുകൊണ്ട് ഈ 3xനെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവന്നു കേട്ടോ. ഇത് പോസിറ്റീവ് 3x ആണ്. ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പം നെഗറ്റീവ് 3x ആയി. = 4. 4xൽ നിന്ന് 3x അങ്ങ് പോയാൽ ബാക്കി ഒരു എക്സേ ഉള്ളൂ. x = 4. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി. മനസ്സിലായല്ലോ. വയ്യയുടെ വില നമുക്ക് നോക്കിയാൽ ഈ വയ്യയുടെ വില വെച്ച് നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിനെ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, 4x എന്ന് പറയുന്നത് y+1 ആണെന്ന് നമുക്ക് മുമ്പ് കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ എക്സിൻ്റെ വില കിട്ടിയല്ലോ. എക്സ് എത്ര, 4 ഇൻറ്റു എക്സിൻ്റെ വില എത്ര ഇവിടെ കിട്ടിയത്, 4. അപ്പോൾ 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് അല്ലേ y+1 ആണെങ്കിൽ 16 = y+1. അപ്പോൾ ഈ +1നെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. 16 ഇപ്പുറത്ത് വരുമ്പോൾ -1 ആയി y. അപ്പോൾ 15 = y. അപ്പോൾ നമുക്ക് വൈയും കിട്ടി, എക്സും കിട്ടി, വൈയും കിട്ടി. ഇത് എളുപ്പമാണ്. 1-2 എണ്ണം ചെയ്യുന്നവർക്ക് ഇത് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എക്സിൻ്റെ വില എക്സ് അതായത് ഫ്രാക്ഷനാണ്, ഭിന്നസംഖ്യയിലോട്ട് മാറ്റാനാണ് എക്സും വൈയും. എക്സ് എന്ന് പറയുന്നത് നമുക്ക് 4 കിട്ടി കണ്ടേ, എക്സ് 4 കിട്ടി, വൈ നമുക്ക് 15 കിട്ടി. ഇതാണ് ആൻസർ. മനസ്സിലാക്കണം, ഇത് ഫ്രാക്ഷനാണ്, ഭിന്നസംഖ്യയാണ്. അതിൻ്റെ ന്യൂമറേറ്ററിനോട് കൂടി അതായത് അംശത്തിനോട് കൂടി 1 കൂട്ടുമ്പോൾ ഇങ്ങനെ കിട്ടും, ഛേദത്തിനോട് കൂടി 1 കൂട്ടുമ്പോൾ ഇങ്ങനെ കിട്ടുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. എപ്പോഴും ഓർത്തോണം, ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും ഒന്നീ വൈയുടെ വിലയോ എക്സിൻ്റെ വിലയോ കിട്ടും. ആ കിട്ടിയ ഏതെങ്കിലും ഒന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അതിനെ നോക്കിയേ, ഈ 4x = y+1 വെച്ച് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി കണ്ടോ. എക്സിൻ്റെ വില കിട്ടുമ്പോൾ ഇതിന് ആ എക്സ് എവിടെയൊക്കെ വരുന്നോ അതിന് അവിടെ ഈ വില വെച്ചിട്ടങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. ഈ സെയിം ചോദ്യം, ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കണക്കൂടെ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് ഇനിയും 2 കൂടെ ഉണ്ട്, നമുക്ക് ഒന്നും കൂടി ചെയ്യാം. ടൈം ഇപ്പോൾ തന്നെ 20 മിനിറ്റായി. നോക്കി, എ പേഴ്സൺ, ചോദ്യം നല്ലപോലെ നോക്കണമെങ്കിൽ, എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes which interest rate 7% and 6%. After 1 year they got 6,750 rupees as interest from both these together.
ഹൗ മച്ച് ഡിഡ് ദ ഇൻവെസ്റ്റ് ഇൻ ഈച്ച് സ്കീം. ഓരോ സ്കീമിൽ ഒരാൾ 1,00,000 രൂപ 2 പദ്ധതി, സ്കീമെന്ന് വെച്ചാൽ പദ്ധതി, ഒരാൾ 1,00,000 രൂപ 2 സ്കീം അല്ലെങ്കിൽ പദ്ധതിക്കായിട്ട് അങ്ങ് നിക്ഷേപിച്ചു. 1,00,000 രൂപ അദ്ദേഹത്തിൻ്റെ കൈ കിട്ടിയപ്പോൾ അദ്ദേഹം അത് രണ്ട് സ്കീമിലോട്ട് അങ്ങ് നിക്ഷേപിച്ചു. അപ്പോൾ ഒരു സ്കീമിൽ 7%, മറ്റേ സ്കീമിൽ 6% ശതമാനം കേട്ടോ ആണ് പലിശ നിരക്ക്. അപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ പദ്ധതിയിൽ നിന്നും അദ്ദേഹത്തിന് 6,750 രൂപയാണ് പലിശ കിട്ടിയത്. ഒരു വർഷം കഴിഞ്ഞാണേ. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരെ 2 സ്കീമിലാണ് നിക്ഷേപിച്ചത്. അപ്പോൾ ഓരോ സ്കീമിൽ നിന്നും ഇദ്ദേഹത്തിന് എത്ര രൂപ വെച്ചായിരിക്കും കിട്ടിയതെന്നാണ് ചോദ്യം. നല്ലപോലെ മനസ്സിലാക്കണേ. 1,00,000 രൂപയായിരുന്നു. അദ്ദേഹം അത് 2 സ്കീമിലോട്ടായിട്ട് 7%, 6% എന്ന 2 സ്കീമിലോട്ടിട്ടു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 6,750 രൂപയാണ് പലിശയായിട്ട് കിട്ടിയത്. അപ്പോൾ എത്ര രൂപ വെച്ച് ഓരോ സ്കീമിലും കിട്ടിയെന്നാണ് അറിയേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കാം, മൊത്തം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? പ്രിൻസിപ്പിൾ അല്ലെ പട്ടം അത് വേണ്ട, നമുക്ക് മൊത്തം തുക അല്ലേ, അദ്ദേഹത്തിൻ്റെ കയ്യിലാകെ കിട്ടിയ മൊത്തം തുക അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് 1,00,000 രൂപയാണ്. 1,00,000-ന് 5 പൂജ്യമാണ്, കൂടിയും കുറയ്ക്കുകയും ഒന്നും ചെയ്യില്ലേ, 5 പൂജ്യമാണ് കേട്ടോ. 1,00,000 വെക്കേഷൻ ക്ലാസ് കണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ എല്ലാം എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പലിശ നിരക്ക് പറയുന്നുണ്ടോ നിങ്ങളെ? ഇവിടെ പലിശ നിരക്ക് അദ്ദേഹം അടച്ചതിൻ്റെയും പറയുന്നുണ്ട്. പലിശ നിരക്കെന്ന് വെച്ചാൽ എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നുണ്ട്. അദ്ദേഹം 2 എടുത്താണ് ഇട്ടത്. ഏതാ? ഒരിടത്ത് പറഞ്ഞു 7% ആണെന്നും ഒരിടത്ത് പറയുന്നു 6% ആണെന്നും. കേട്ടല്ലോ, തന്നിരിക്കുന്നതാണ് ഈ പറക്കി എഴുതിയിരിക്കുന്നത്. ഈ 7%, 6% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? 7% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 7/100 എന്നാണ് കേട്ടോ. ഓർത്തോണേ. 6% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 6/100 എന്നാണ് കേട്ടോ. അത് മറന്നു പോവല്ലേ. തന്നിരിക്കുന്നതൊക്കെയാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഇനി അത് പിന്നെ കിട്ടിയ എന്താണ്? ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ടോട്ടൽ മൊത്തം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് അവർക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എത്ര? ആകെ പലിശയായിട്ട് എത്ര രൂപ കിട്ടി? ആകെ പലിശയായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ് എഴുതി വെച്ചേക്കുന്നത്. 6,750 രൂപ പലിശയും കിട്ടി. തന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. മൊത്തം തുക 1,00,000 രൂപയാണ്. പലിശ നിരക്കായിട്ട് 7%, 6%. ഈ ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാലൊന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ അവിടെ എഴുതി വെച്ചേക്കുന്നത്. ടോട്ടൽ ഇൻട്രസ്റ്റ് 6,750. ആർക്കെങ്കിലും ഇതിനകത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി നോക്കിയേ, നമുക്ക് ഫസ്റ്റ് സ്കീമിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അവർ പറയുന്നില്ല. ഉണ്ടോ? ഇന്ന ഏതെങ്കിലും ഏത് സ്കീം ഇല്ല. അപ്പം നമുക്ക് ഫസ്റ്റ് സ്കീം, 2 സ്കീം ഉണ്ടെന്ന് പറഞ്ഞു. 1ഉം 2ഉം എന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് സ്കീം അല്ലെങ്കിൽ ഒന്നാമത്തെ പദ്ധതി, 1ാം പദ്ധതി എന്ന് മലയാളത്തിൽ എഴുതിക്കുക കേട്ടോ. 1ാം പദ്ധതിയിലെ ഫസ്റ്റ് സ്കീമിനെ നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. എളുപ്പവഴിയാണ്, കാരണം അത് ഏത് സ്കീമിലാണെന്ന് നമുക്കറിയത്തില്ല. ഇനി രണ്ടാമത്തെ സെക്കൻഡ് സ്കീമിന് 1,00,000 രൂപയാണ് അല്ലേ. 1,00,000 രൂപയെ നമ്മൾ ഒന്നാമത്തെ സ്കീമിൽ 1,00,000 രൂപയാണ്. രണ്ടാമത്തെ സ്കീമിൽ ആ 1,00,000 രൂപ -X എന്ന് കൊടുക്കണം കേട്ടോ. 1,00,000 5 പൂജ്യം കേട്ടോ. ഈ പൂജ്യം തിരിഞ്ഞു പോകല്ലേ. ഫസ്റ്റ് സ്കീമിൻ്റെ പേര് നാളെ ഒന്നും അറിയത്തില്ല, അതിന് X എന്ന് കൊടുത്തു. സെക്കൻഡ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 -X എന്നാണ് കേട്ടോ. ബാക്കി എന്ന് വെച്ചാൽ 1,00,000-ൻ്റെ ബാക്കിയാണ് ഈ X എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബാക്കി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യണം? ഇക്വേഷനിലോട്ട് കൊടുക്കണം കേട്ടോ. ഇക്വേഷനിലോട്ട് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഫസ്റ്റ് സ്കീമും സെക്കൻഡ് സ്കീമിൻ്റെയും പെർസെൻറ്റേജ് വെച്ച് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സ്കീമിന് 7%, രണ്ടാമത്തെ സ്കീമിന് 6% അവർ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ഇത്രയും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെ എഴുതാം നിങ്ങളെ? ഫസ്റ്റ് സ്കീമിന് നമുക്ക് എന്തായിരുന്നു പറഞ്ഞേ? എക്സ് അല്ലേ. ഫസ്റ്റ് സ്കീമിന് എക്സ് എന്നാണ് പറഞ്ഞത്. എത്ര പെർസെൻറ്റേജ് ആയിരുന്നു പറഞ്ഞത്? 7%. 7/100. ഇവിടെ തെറ്റിപ്പോവല്ലേ. ഫസ്റ്റ് സ്കീമിന് നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്തു. എത്ര ശതമാനമായിരുന്നു? 7%. ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 7/100 എന്നാണ്. കഴിഞ്ഞേ. ഇനി രണ്ടാമത്തെ സ്കീമിൽ ആ 1,00,000 -X ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്കീമിന് കൊടുത്തത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ എങ്ങനെ എഴുതാം? 1,00,000. രണ്ടാമത്തെ ഇത് ഫസ്റ്റ് സ്കീമാണ് കേട്ടോ. ഇനി എടുത്ത് പറയേണ്ടല്ലോ, അറിയാമല്ലോ. ഫസ്റ്റ് സ്കീം എന്ന് വെച്ചാൽ ഈ എക്സ് അതിൻ്റെ പെർസെൻറ്റേജ്, എക്സും അതിൻ്റെ പെർസെൻറ്റേജ്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,03,50 മൈനസ് എക്സും അതിൻ്റെ പെർസെൻറ്റേജ്. അതിനെത്ര? 6%, 6/100 കേട്ടോ, അതിൻ്റെ പെർസെൻറ്റേജ്. പിന്നെ നമുക്ക് എത്ര രൂപയായിരുന്നു അതിൻ്റെ എല്ലാം ഇൻട്രസ്റ്റ് കിട്ടിയത്? 6,750. അത് മറക്കല്ലേ കേട്ടോ, ഇൻട്രസ്റ്റ് കിട്ടിയത് മറക്കല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഇതൊന്നും അറിയാൻ വേണ്ടിയാണ് ഈ റൗണ്ട് ഇട്ട് വെക്കുന്നില്ല. നിങ്ങൾ ആൻസർ ഈ റൗണ്ടൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ. ഇത് ഒന്നാമത്തെ സ്കീം പ്ലസ് രണ്ടാമത്തെ സ്കീം ഈസിക്കൽ ടു അവർക്ക് കിട്ടിയ പലിശ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി നോക്കിയേ, എക്സ് ഇൻറ്റു 7 എന്താ? 7x ബൈ 100 പ്ലസ് നോക്കിക്കോണമെങ്കിലേ ഇവിടെ ഇത് ഇത്രയും ബ്രാക്കറ്റിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ മുതൽ എത്രയായിരുന്നു? 1,00,000. അതിൽ നിന്ന് ആദ്യത്തെ പലിശ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പലിശ, രണ്ടാമത്തെ ഇല്ലേ, സെക്കൻഡ് സ്കീമായപ്പോൾ രണ്ടാമത്തെ. അപ്പോൾ എക്സ് മൈനസ് അത് നോക്കിയാൽ ബ്രാക്കറ്റിൽ ആര് കിടന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി വന്ന് കാണണം. വെളിയിൽ എന്തുണ്ട്? 6/100 ഉണ്ട്. അപ്പോൾ 6 പോയിട്ട് ഇതിനെ കാണണം കേട്ടോ. 6 പോയിട്ട് 1,00,000 കാണണം, പിന്നെ 6 പോയിട്ട് എക്സിനെ കാണണം. 6 മൊത്തം 6/100. അപ്പോൾ നോക്കിയേ, 6/1,00,000 എത്ര? 6 lakh. 350 അല്ലേ? ഓർത്തോണേ, 50 വന്നേ. മൈനസ് 6 ഇൻറ്റു എക്സ് 6x. പിന്നെ ഈ 100നെ മൊത്തത്തിൽ അങ്ങ് 100 അടിച്ചേരെ, കാരണം ഇതിനെ എടുത്തല്ലോ, രണ്ടെടുത്തും എടുത്തുകൊണ്ട് ബൈ 100 ഈസിക്കൽ ടു എത്ര? 6,750. എന്തെങ്കിലും ഡൗട്ടുണ്ടോ ആർക്കെങ്കിലും? ഈ 1,00,000 എക്സിനെയും ബ്രാക്കറ്റിലിട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് ആര് കിടപ്പുണ്ടെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് ആരെങ്കിലും വെളിയിലുണ്ടെങ്കിൽ അവർ പോയിട്ട് ഈ അകത്തുള്ളവരെ കാണും അല്ലേ? അതൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുള്ള കേട്ടോ, ഇത്രയും സംശയമില്ലല്ലോ. ഇനി നോക്കിയാൽ ഇത് രണ്ടായിട്ട് ഡിനോമിനേറ്റർ സെയിമാണ്. ഇവിടെയും 100 ഇവിടെയും 100 ആയതുകൊണ്ട് ഒറ്റയടിക്ക് ഇവരെ അങ്ങ് പാർക്ക് ചെയ്തത്. 7x പ്ലസ് 6 lakh മൈനസ് 6x ബൈ 100 ഈസിക്കൽ ടു 6,750. ഒറ്റയടിക്കാക്കി കേട്ടോ, ഒറ്റ ഇതിലാക്കി. എന്നിട്ടോ 7x മൈനസ് 6x ആണ്. 7x നിന്ന് 6x പോലെ എത്ര നിങ്ങൾ? 1x. ഓർത്തോണേ, 1x പ്ലസ് നോക്കിയേ ഈ 6,00,000 മറക്കല്ലേ കേട്ടോ. 6,00,000 ഈസിക്കൽ ടു ഈ 100നെ എന്തോ എന്നറിയോ, ഒന്നുകിൽ വെട്ടിച്ച് അല്ലെങ്കിൽ ഈ 100നെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി കേട്ടോ. 6,750 ഇൻറ്റു ഈ ഡിവിഷൻ വന്ന 100നെ ഈക്വലിന് ഇപ്പുറത്ത് വന്നപ്പോൾ 100. ഈ 100 ഈ 100 കേട്ടോ. ഇത് എവിടുന്ന് വന്നെന്ന് സംശയം വരില്ലേ? ഓക്കെ ആണോ 100? ഇനി എക്സ്, അപ്പം നമുക്ക് എക്സിൻ്റെ വിലയാണ്. എക്സ് ഈസിക്കൽ ടു കണ്ടോ, എക്സ് ഈസിക്കൽ ടു എന്തോ ചെയ്യണം? ഈ 6,000 അല്ല 6,00,000 3 5 6,00,000 ഇതിൻ്റെ കൂടെ ഈ 0 കൊണ്ട് ഇട്ടാൽ മതി. 6,00,000 മൈനസ് എത്ര? 6,750 എന്ന് വെച്ചാൽ ഈ 2 0 കൂടി ഇതിനകത്ത് കയറും കേട്ടോ, ഇൻറ്റു അല്ലേ കയറും. അപ്പോൾ 6,00,000 നിന്ന് 6,75,000 കുറച്ചാൽ എത്ര? 75,000 കിട്ടും അല്ലേ? 6,75,000 നിന്ന് 6,00,000 കുറച്ചാൽ ബാക്കി 75,000 കിട്ടും. അപ്പോൾ എക്സ് കിട്ടി. എക്സ് എത്ര കിട്ടിയേ? 75,000. അപ്പോൾ ഫസ്റ്റ് സ്കീമിനെയാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞത് അല്ലേ? ഇല്ലേ, ഫസ്റ്റ് സ്കീമിനെയാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി എത്ര? 75,000. ഇനി സെക്കൻഡ് സ്കീം എന്ന് വെച്ചാൽ 1,00,000 നിന്ന് ആ എക്സ് കുറയ്ക്കണം അല്ലേ? മനസ്സിലായോ നിങ്ങളെ? എക്സ് എന്ന് വെച്ചാൽ ഇവിടെ തന്നെ എഴുതാം. എക്സ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടി എത്ര? 75,000. ഇത് കാണാനുള്ള എളുപ്പത്തിന് ഞാൻ ഇവിടെ കാണിച്ചു കേട്ടോ. എക്സ് നമുക്ക് 75,000. നിങ്ങൾ അതിൻ്റെ താഴെ വേണേൽ എഴുതാം കേട്ടോ. എക്സ് നമുക്ക് 75,000 ഓൾറെഡി കിട്ടി. ഇനി സെക്കൻഡ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1,00,000 നിന്ന് എന്ത് ചെയ്യണം? എക്സ് കുറയ്ക്കണം. എക്സ് എന്ന് വെച്ചാൽ 75,000 കുറയ്ക്കണം. 75,000. അപ്പോൾ ബാക്കി എത്ര? 25,000 കിട്ടും കേട്ടോ. രണ്ടാമത്തെ സ്കീമിന് എത്ര? 25,000. 0 ഒന്നും കൂടുതലില്ലല്ലോ. 10, 100, 1000 കണ്ടോ? 10, 100, 1000, 10,000.
ഓക്കെ 75,000. 1,70,000 പോയാൽ ബാക്കി 25,000. ഇത് നിങ്ങൾ ലാസ്റ്റിലത്തെ ഇതിലാണ് എഴുതേണ്ടത് കേട്ടോ. ലാസ്റ്റ് എഴുതി വെക്കണം. ഞാനിത് നിങ്ങൾക്ക് പേപ്പറിൽ കാണാൻ വേണ്ടി ഫസ്റ്റ് സ്കീം എക്സ് ആയിരുന്നെന്നും അതിൽ നിന്ന് 1,00,000 കുറച്ച് വരുന്ന 25,000 ഒന്നും കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ കാണിച്ചത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇതിൻ്റെ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടി കേൾക്കണം. ഈ കണക്കൊക്കെ ഒറ്റയടിക്ക് അങ്ങ് പഠിച്ചാൽ മനസ്സിലാവുമെങ്കിൽ എന്നാൽ പിന്നെ എന്ത് വരുന്നു ഈ ലോകത്തല്ലേ? സ്കൂളിൽ ടീച്ചർ വരുമ്പോൾ ഒറ്റ വട്ടം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ? അത് മനസ്സിലാവാത്തതുകൊണ്ടല്ലേ നമ്മളിത് കാണുന്നത് അല്ലേ? അപ്പം നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് നിൽക്കുന്നത് ഒന്നുകൂടി 2-3 വട്ടം ബാക്ക് ഒന്ന് അടിച്ച് ഫ്രണ്ടിലോട്ട് 2-3 വട്ടം കാണുമ്പോൾ അങ്ങ് മനസ്സിലാവും നിങ്ങൾ കേട്ടോ. കണക്ക് എപ്പോഴും 2-3 വട്ടം ചെയ്ത് തന്നെ പഠിക്കണം. നമ്മുടെ ആൻസർ ഇതിൻ്റെ 25,000 ആണ്. അപ്പോൾ ഇതിനകത്തിൽ ഇത് മതി കുഞ്ഞുങ്ങളെ. 3 കണക്കായിട്ടുണ്ട്. വാരി വലിച്ച് ഞാനൊരു 10 എണ്ണം അങ്ങ് തന്നു വിചാരിച്ച് നിങ്ങളത് പഠിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ 3 എണ്ണം മതി. നമുക്ക് അടുത്ത പാർട്ടിൽ അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ആൻസർ 75,000 എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് 75,000 ആണെങ്കിൽ 1,00,000 എന്താ 75,000 അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 25,000 ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പം വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക, കമൻറ്റ് പറയാം കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക് യു.